ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ ആദ്യ മത്സരത്തിൽ മികച്ച വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ രണ്ടാം പോയിന്റിനിറങ്ങിയ അർജന്റീന പെനാൽറ്റി അടക്കം അരഡസനോളം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാണ് മത്സരത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഇടങ്കൽ മാന്ത്രികത കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് രക്ഷകനായ ആ കുറിയ മനുഷ്യൻ തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷ ഓരോ അർജന്റീന ആരാധകനിലും ഉണ്ടായിരുന്നു. പോസിറ്റീവ് ഫുട്ബോൾ കൊണ്ട് പന്ത് കൈവശം വെച്ചുകൊണ്ട് തന്നെ അർജന്റീന കളി തുടങ്ങി ഏതാനും നിമിഷങ്ങൾ മാത്രം. അർജന്റീന ആക്രമണങ്ങൾ ഓസ്ട്രിയ ഡിഫൻസിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതിനിടെ ബോളുമായി വന്ന അർജന്റീൻ സ്ട്രൈക്കർ ലൗത്തരോ മാർട്ടിനസിനെ ഓസ്ട്രിയൻ പ്രതിരോധ താരം ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ലോകം മുഴുവൻ ആ കുറിയ മനുഷ്യനിലേക്ക് ഉറ്റുനോക്കുന്നു. ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും റെക്കോർഡ് തകർക്കപ്പെടാൻ കിട്ടിയ ഒരു സുവർണ അവസരം. ആർലിംഗ്ടണിലെ രാത്രി ആകാശത്തിന് കീഴിൽ ലോക ഫുട്ബോളിന്റെ ഹൃദയം വീണ്ടും ഒരു പോരിനായി മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാന്തമായി ലയണൽ മെസ്സി പന്തിനരികിലെത്തി. രാജസിംഹാസനം ഉറപ്പിക്കാനുള്ള ലയണൽ മെസ്സിയുടെ വരവായിരുന്നു അത്. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് കാത്തുനിന്നു. നാടകീയതക്കൊടുവിൽ ലയണൽ മെസ്സി ആ കിക്കെടുക്കാനായി തയ്യാറായി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പന്ത് പോസ്റ്റിന് പുറത്തേക്കാണ് പറന്നുപോയത്. വീണ്ടൊരിക്കൽ കൂടി ലയണൽ മെസ്സിക്ക് പെനാൽറ്റി സ്പോട്ടിൽ കാലിടറുന്നു, അതും നിർണായക അവസരത്തിൽ. അർജന്റീന ആരാധകർ നിരാശയോടെ തലയിൽ കൈവച്ചുപോയി. ഓസ്ട്രിയൻ താരങ്ങളും ആരാധകരും ആവേശത്തോടെ ആഘോഷിച്ചു. ചരിത്രം ഇനിയും കാത്തിരിക്കണമെന്ന് വിധി തീരുമാനിച്ചതുപോലെ മെസ്സിക്ക് മുമ്പിൽ വീണ്ടും പെനാൽറ്റി വില്ലനായി മാറുന്നു. എന്നാൽ ആ പിഴവിൽ തകർന്നു പോകാൻ അർജന്റീന ഒട്ടും ഒരുക്കമല്ലായിരുന്നു. തുടരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അർജന്റീന താരങ്ങളെ ആയിരുന്നു പിന്നീട് മൈതാനത്ത് കണ്ടത്. എന്നാൽ ഓസ്ട്രിയൻ പ്രതിരോധ നിര ഡേവിഡ് അലാബക്ക് കീഴിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങളാണ് അസാധാരണ പ്രതിരോധ മികവ് കൊണ്ട് അവർ മറികടന്നത്. ഒരു നിമിഷം അർജന്റീനയുടെ ദുർവിധി വീണ്ടും കൂടെ കൂടിയെന്ന ചിന്ത ആരാധകരിലും ഉദിച്ചു തുടങ്ങി. ഏറെ പ്രതീക്ഷയോടെ കണ്ട ലയണൽ മെസ്സിയും പലതവണ ഫൈനൽ തേടിൽ കാലിടറി. ഓസ്ട്രിയൻ മധ്യനിര നല്ല അച്ചടക്കത്തോടെ പന്ത് വരുതിയിലാക്കി. മെസ്സി അവർ പരമാവധി വളഞ്ഞിട്ട് തന്നെ പൂട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോട്ടായി പോയില്ലേ. ഏതു പൂട്ടും പൊളിച്ചല്ലേ അയാൾക്ക് ശീലമുള്ളത്. 39-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഒരാക്രമണം വരുന്നു. ഇടതുവിങ്ങിലൂടെ വന്ന ഫക്കുണ്ടോ മെദീന ബോക്സ് ലക്ഷ്യമാക്കി നിലം തൊട്ടേ ഒരു ക്രോസ് നൽകി. ബോളിലൊക്കെ ഓടിയെത്തിയ ടിയാഗോ അൽമാഡ ബോൾ തടയാനായി വന്ന എല്ലാ ഡിഫൻസിനെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി മാറ്റി. ഒരു ഫേക്ക് ടച്ചിലൂടെ കാലുകൾക്കിടയിലൂടെ വിട്ട ബോൾ ബോക്സിൽ ഓടിയെത്തിയ ലയണൽ മെസ്സിയിലേക്ക്. വീണ്ടും ഒരു സുവർണ അവസരം, റെക്കോർഡ് തകർക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. പെനാൽറ്റി പാഴാക്കിയതിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള നിമിഷമായിരുന്നു അത്. ഗോൾ കീപ്പറെ വലത്തെ വശത്തേക്ക് വിട്ട് പോസ്റ്റിന്റെ ഇടതുമൂലയിൽ മെസ്സി പന്തിന് വിട്ടു. സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു. ആവേശങ്ങൾ വാനോളം ഉയർന്നു. യെസ്, ദ ഹിസ്റ്ററി മേഡ്, ദ ഗോഡ് ഡെലിവർ. അതെ, ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ എന്ന പട്ടം ഇനി ലയണൽ മെസ്സിക്ക് സ്വന്തമാണ്. വികാരനിർഭയമായ നിമിഷങ്ങളായിരുന്നു. സഹതാരങ്ങളെ ചേർത്ത് പിടിച്ച് ആരാധകരോടൊപ്പം മെസ്സി തൻ്റെ ഗോളും ആ റെക്കോർഡും ആഘോഷമാക്കി. ഒടുവിൽ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി മെസ്സി തൻ്റെ ആ ഒരു സ്ഥിരം സെലിബ്രേഷൻ കാണിക്കുകയാണ്. വലിയ വെല്ലുവിളികൾ ഒന്നുമില്ലാതെ ആദ്യ പകുതി പിരിയുകയാണ്. രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ ഓസ്ട്രിയ സമനില ഗോളിനായി കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ലിസാൻഡ്രോ മാർട്ടിനസും കുട്ടി റൊമേറോയും ഗോൾ വലക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട പണിതു. പിറകിൽ സാക്ഷാൽ എമിലിയാനോ മാർട്ടിനസും. ഓരോ മുന്നേറ്റത്തിനും ഓസ്ട്രിയൻ താരങ്ങൾ പ്രതീക്ഷ വെച്ച് ഒരു പെട്ടെന്നുള്ള കീഴടങ്ങലിന് അവർ തയ്യാറല്ലായിരുന്നു. എന്നാൽ ക്രമേണ എൻസോ ഫെർണാണ്ടസും മാക്കാലിസ്റ്ററും കളിയുടെ വേഗത നിയന്ത്രിച്ചു തുടങ്ങി. പൊസിഷൻ കിട്ടാതെ ഓസ്ട്രിയൻ താരങ്ങൾ വലഞ്ഞുകൊണ്ടേയിരുന്നു. സാബിസ്റ്ററും ലേമേർ കൂട്ടുകെട്ടും ഓസ്ട്രിയക്ക് പ്രതീക്ഷ നൽകി. 50-ാം മിനിറ്റിൽ ഓസ്ട്രിയയുടെ ഗോളവസരം കൃത്യമായ ഇടപെടലിലൂടെ എമിലിയാനോ മാർട്ടിനസ് അപകടം ഒഴിവാക്കി. ഒട്ടനവധി അവസരങ്ങൾ അർജന്റീനയ്ക്കും ലഭിച്ചു. ലൗത്തരോ മാർട്ടിനസും അൽമാഡയും ചേർന്ന് കൗണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഫിനിഷിംഗ് വീണ്ടും ഒരു വെല്ലുവിളിയായി മാറി.
ഓസ്ട്രിയൻ ഗോൾ കീപ്പറുടെയും പ്രതിരോധ നിരയുടെയും മികവിനും കൃത്യതയ്ക്കു മുമ്പിൽ പലതവണ വീണ്ടും അർജന്റീന അടിയറവ് പറഞ്ഞു. സമനിലക്കായി ഓസ്ട്രിയയും ലീഡ് ഉയർത്താൻ മെസ്സിയും പടയും കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പന്ത് കൈവശം വെച്ചും കളി നിയന്ത്രിച്ചും മെസ്സി മികവ് തുടർന്നു. ഒരു ലോകകപ്പ് മത്സരത്തിന്റെ റിതം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം മത്സരത്തിലുടനീളം തെളിയിച്ചുകൊണ്ടേയിരുന്നു. 70-ാം മിനിറ്റിന് ശേഷം ഓസ്ട്രിയൻ ആക്രമണങ്ങൾ വേഗത്തിലായി. തുടർച്ചയായി ക്രോസുകൾ വരുന്നു, കൗണ്ടറുകൾ വരുന്നു. എന്നാൽ അവിടെയൊന്നും അർജന്റീനയുടെ ആ ഒരുക്കുമതിൽ തകർന്നില്ലായിരുന്നു. അർജന്റീന സമയം നോക്കി കളിച്ചെങ്കിലും ഓസ്ട്രിയക്ക് അധികം സമയം ഇല്ലായിരുന്നു. മത്സരം ഇഞ്ചുറി ടൈമിലെത്തി. 5 മിനിറ്റ് ആഡ് ഓൺ ടൈം റെഫറി അനുവദിക്കുന്നു. ആരാധകരുടെ പ്രാർത്ഥനകൾ സ്റ്റേഡിയത്തിലുടനീളം കാണാമായിരുന്നു. തുടരാക്രമണങ്ങൾക്കൊടുവിൽ ഓസ്ട്രിയൻ ബോക്സിനുള്ളിൽ കൂട്ടപ്പൊരിച്ച് പലതവണ ആ ബോൾ ഗോൾ കീപ്പറും പ്രതിരോധ താരങ്ങളും തടഞ്ഞു നിർത്തി. എന്നാൽ ഒടുവിൽ വീണ്ടും ലയണൽ ആന്ദ്രസ് മെസ്സി അവതരിക്കുകയാണ്. ട്രിബിൾ ചെയ്ത് തൊടുത്ത ആദ്യ കിക്ക് തടഞ്ഞെങ്കിലും പന്ത് വീണ്ടും മെസ്സിക്ക് മുമ്പിലായിരുന്നു. ആഞ്ഞു തൊടുത്ത ആ ഇടംകാൽ ഷോട്ട് ഡിഫൻഡർമാരുടെ കാലുകൾക്കിടയിലൂടെ വലയുടെ വലത്തെ കോർണറിലേക്ക്. അതെ, മെസ്സി ഒരിക്കൽ കൂടി അവതരിക്കുകയാണ്. അർജന്റീന ടു ഓസ്ട്രിയ. അർജന്റീന വീണ്ടും ലീഡ് ചെയ്യുകയാണ്. മെസ്സി വീണ്ടും തന്റെ സ്ഥാനം അരക്കെട്ടുറപ്പിക്കുകയാണ്. 18 ഗോളുകളുമായി ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററാകുന്നു. ദ ലിറ്റിൽ ബോയ് ഫ്രം റൊസാരിയോ, ദ മജീഷ്യൻ ഓഫ് ബ്യൂണസ് എയർസ്, ദ എറ്റേണൽ ഹാർട്ട് ബീറ്റ് ഓഫ് അർജന്റീന. കമന്ററി ബോക്സിലിരുന്ന് പീറ്റർ ഡോറി ആർത്തു വിളിച്ചുകൊണ്ടേയിരുന്നു. അതിനിടെ ആരവങ്ങൾക്കിടയിൽ റെഫറി ഫൈനൽ വിസിൽ മുഴക്കി. സ്റ്റേഡിയം ഒന്നടങ്കം ആർത്തു വിളിച്ചു, വാമോസ് അർജന്റീന എന്ന്. അതെ, ഒരിക്കൽ കൂടി മെസ്സിയും കൂട്ടരും അവതരിച്ചിരിക്കുകയാണ്.